എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ആരോപണം? എന്താണ് ഇവരുടെ വരുമാന സ്രോതസ്? ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം? എന്തേ അതിനാരും മറുപടി? അന്ന് ജയ്ഷായ്ക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇതായിരുന്നില്ലല്ലോ സീതാറാം യെച്ചൂരി പറഞ്ഞത്. അമിത്ഷായ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ വരുമ്പോൾ മാത്രം എന്തേ കോടിയേരിക്ക് മാത്രം വേറൊരു നീതിപ്പെട്ട വിഷയം എന്തുകൊണ്ടാ? എന്താ കോടതി അടിസ്ഥാനരഹിതമായ വാർത്തയായിരുന്നു? പിന്നെ എന്താ സംഭവം? എന്തേ മനോരമ എന്തേ ചെയ്യാഞ്ഞു? ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അവിടെ ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ബിനീഷ് കോടിയേരിയുടെ ഭാര്യയോട് ഒപ്പിടാൻ നിർബന്ധിച്ചു ഇഡി എന്നാണ്. ഈ രണ്ട് ആരോപണങ്ങൾക്കുള്ള മറുപടി എന്താണ്? ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എനിക്ക് ഇവിടെ ഇഡിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ഷംസീറിനെ പോലെയുള്ള മണ്ടത്തരവും മൗഢ്യവും എനിക്കില്ല. എന്താ എന്റെ ഉദ്ദേശം? എനിക്ക് ഈ രാജ്യത്തെ നിയമത്തെ ഭയമാണ്, ബഹുമാനമാണ്. ഞാൻ വഴിവിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ AKG സെന്ററിലെ ക്യാപ്സ്യൂളുകൾ വിശ്വസിക്കാൻ മാത്രമുള്ള മണ്ടത്തരമൊന്നും എനിക്കുമില്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഉണ്ടാകില്ല എന്ന് ഞാൻ ധരിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ അന്വേഷണ സംവിധാനങ്ങളെ മാത്രമല്ല ഈ രാജ്യം എന്ന സങ്കല്പത്തിന് പോലും വിശ്വാസമില്ലാത്തവരാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് രാജ്യത്തെ 16 വിഭജിക്കണമെന്ന് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. നന്നായിട്ടുണ്ട്. ഈ രാജ്യത്തെ കോടതികളിൽ അവർക്ക് വിശ്വാസമില്ല. ജനാധിപത്യമല്ല ഈ രാജ്യത്ത് വേണ്ടത്, സായുധ സമരമാണ് എന്ന് പാർട്ടി കോൺഗ്രസ് തിസീസ് അവതരിപ്പിച്ചതിന്റെ ഭാഗമായി രാജ്യത്ത് സായുധ കലാപം നടത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് ഇവര്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അതുകൊണ്ട് ഇവർക്ക് പോലീസിനെ അല്ല, ക്രൈംബ്രാഞ്ചിനെയും വിജിലൻസിനെയും CBIയെയും EDയെയും കോടതിയെയും ഭരണഘടനയെയും രാജ്യത്തെ പോലും അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇവരുടെ പാർട്ടി എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പൊതുജനങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ EDയുടെ കണ്ടെത്തലുകളെ പറ്റി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ മാത്രമായി പോകുന്നത് കണ്ടെത്തലുകൾ? ഒരു അറബി ഇവിടെ വന്നിരുന്നല്ലോ ദുബൈയിൽ നിന്നും, അയാളെ 13 കോടി രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അത് സെറ്റിൽ ചെയ്ത് വിട്ടില്ലേ? എവിടെ നിന്നാണ് 13 കോടി രൂപ കിട്ടിയത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് എന്താണ് ബിസിനസ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം CPIMന്റെ പ്രതിനിധിക്കുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ബിസിനസ് ചെയ്യരുന്നോ, വ്യവസായം ചെയ്യരുന്നോ, വ്യവസായം ചെയ്യുന്നത് തെറ്റാണെന്നോ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. ബിനീഷ് കോടിയേരി കേരളത്തിൽ വ്യവസായം ചെയ്താൽ 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടിയാൽ അതിൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ മാന്യമായി ഒരു ബോർഡ് വെച്ച ഒരു വ്യവസായ സ്ഥാപനം, ഒരു ബോർഡ് വെച്ച ഒരു ബിസിനസ് സ്ഥാപനം ബിനീഷ് കോടിയേരിയുടെ പേര് നിങ്ങൾക്ക് കാണിക്കാമോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാനൊന്ന് ചോദിക്കട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ മകനെ സഹായിച്ചിട്ടില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ 6 ക്രിമിനൽ കേസുകളാണ് മകന്റെ പേരിൽ ഉണ്ടായിരുന്നത്, പിൻവലിച്ചു കൊടുത്തത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. വിദേശത്ത് പോകാൻ പാസ്പോർട്ട് അങ്ങനെയാണ് ശ്രീ ബിനീഷ് കോടിയേരിക്ക് കിട്ടുന്നത്. ശ്രീ സന്ദീപ്, ബിനീഷ് കോടിയേരി വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുമ്പോൾ അച്ഛൻ വന്ന് പിതാക്കന്മാർ കൂടി മറുപടി പറയേണ്ടി വരികയാണെങ്കിൽ വരവിൽ കവിഞ്ഞ രീതിയിൽ അസ്വാഭാവികമായ രീതിയിൽ ലാഭമുണ്ടാക്കിയതിന് അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെ മകന് നേരെ ആരോപണം ഉയർന്നിരുന്നല്ലോ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അന്ന് ED പരിശോധിച്ചിരുന്നോ? നിയമപരമായി പരിശോധിച്ച് തന്നെയാണോ തീരുമാനമെടുത്തത്? ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് നിങ്ങൾ നൽകുന്ന ഉപദേശമൊക്കെ BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായുടെ മകനോട് പാർട്ടി നൽകിയിരുന്നോ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അല്ല, ഞാൻ തിരിച്ചു ചോദിക്കാം, എന്തുകൊണ്ടാ ഷംസീറിന്റെ പാർട്ടി EDക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാഞ്ഞത്? എന്തേ ആ പരാതിയുടെ അവസ്ഥ എവിടെ പോയി? ആ വാർത്ത എന്തേ ആരും അത് ഫോളോ അപ്പ് ചെയ്തില്ല? എല്ലാം കയ്യിൽ പോയി. അന്ന് ജയ്ഷായ്ക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇതായിരുന്നില്ലല്ലോ സീതാറാം യെച്ചൂരി പറഞ്ഞത്. അമിത്ഷായ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ വരുമ്പോൾ മാത്രം എന്തേ കോടിയേരിക്ക് മാത്രം വേറൊരു നീതി വരുന്നത്? എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വീടരുതരവനെ. ഒരു സംശയത്തിന് വേണ്ടി ചോദിക്കുകയാണ്. CPMന് ഇത്തരത്തിലുള്ള സാരോപദേശങ്ങൾ അങ്ങനെ മുന്നോട്ട് വെക്കുന്നോണ്ട് ചോദിക്കുന്നതാണ്. അമിത്ഷാ ഏറ്റെടുത്തിരുന്നോ ഉത്തരവാദിത്തം? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് BJP അംഗീകരിച്ചിരുന്നോ? ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അതിനകത്ത് എന്തായിരുന്നു വസ്തുത ഷാനി? ആ വാർത്ത എവിടെ പോയി? എന്തേ ഈ രാജ്യത്ത് 900 ചാനലുകളും പത്രങ്ങളും ഉണ്ടല്ലോ, ഒരാൾ പോലും അതിന്റെ ഫോളോ അപ്പ് നടത്തി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്തേ അതിന്റെ വസ്തുതകൾ പുറത്തുകൊണ്ടുവരാതെ? അതും ശരിയാണല്ലോ.
പുറത്തു കൊണ്ടുവന്ന അതിന്റെ മാധ്യമത്തിനെതിരെ വസ്തുത പുറത്തു കൊണ്ടുവരൂ. ജയ്ഷ ഇന്നും- നടത്തിയ ഇന്നും നിയമപരമായ അത് open നീക്കം ആണല്ലോ. എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. പിന്നീട് എന്തുകൊണ്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കോട- മറ്റു മാധ്യമങ്ങൾ അതെ, പോലും മടിച്ചതെന്നും തീർച്ചയായിട്ടും. താങ്കൾക്ക് അറിയാമല്ലോ. കോടതി ഇടപെട്ട വിഷയം എന്തുകൊണ്ടാ? എന്താ കോടതി അടിസ്ഥാനരഹിതമായ വാർത്തയായിരുന്നു. ആ എന്ന് വാർത്ത കോടതി കണ്ടെത്തിയോ? പ്രസിദ്ധീകരിക്കുന്നതിൽ കോടതിയാണ് എന്നേതെങ്കിലും കോടതി ഇടപെട്ടത്. കണ്ടെത്തിയോ? ഇഡി പരിശോധിച്ചോ? പിന്നെ എന്താ സംഭവം? എന്തേ മനോരമ എന്താ ചെയ്യാഞ്ഞു? കിട്ടിയല്ലോ അല്ല, ഇഡി സ്വമേധയാ കേസെടുക്കുന്ന ഏജൻസി അല്ലല്ലോ ഷാനി. അതെന്തോ അങ്ങനെ സുവമോട്ടോ കേസ് എവിടെയാണ് ഇഡി എടുക്കുക? നിങ്ങളൊരു പരാതി കൊടുക്കും ഇഡിക്ക്. ഇപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഷംസീർ കൊണ്ട് കൊടുക്കട്ടെ, ജയ്ഷായ്ക്കെതിരെ ഒരു പരാതി കൊടുക്കട്ടെ, ഇഡിക്ക് പരാതി കൊടുക്ക്, നമുക്ക് എന്നിട്ട് സംസാരിക്കാം. അപ്പൊ അന്ന് ഇവിടെ വരുന്ന സമയത്ത് വേറെയാണ് നീതി. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നിങ്ങൾ വരൂ. എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ആരോപണം? എന്താണ് ഇവരുടെ വരുമാന സ്രോതസ്? ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം? എന്തേ അതിനാരും മറുപടി പറയാത്തോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ താമസിക്കുന്ന വീട് മരുതൻകുഴിയിലെ വീടിലാണല്ലോ റെയ്ഡ് നടക്കുന്നത്. 2017 ആ വീടിന് നേരെ ആരോ കല്ലെറിഞ്ഞപ്പോൾ എന്താ CPIM കേരളം മുഴുവൻ പറഞ്ഞത്? CPM സംസ്ഥാന സെക്രട്ടറിയുടെ വീടിന് നേരെ അക്രമം. കേരളം മുഴുവൻ അവർ കലാപം അഴിച്ചു വിട്ടില്ലേ? ഇപ്പൊ പറയുന്നു ബിനീഷിന്റെ വീടാണെന്ന്. അതെങ്ങനെ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഒരു മറിമായം അവിടെ ഉണ്ടായത്? പോയി ചത്തുടേടാ.